ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കേട്ടിട്ട് പരീക്ഷയിലെ മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് സൈക്കോളജി ചോദ്യങ്ങൾ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കേട്ടിട്ട് കാറ്റഗറി 1-ന് ജൂൺ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2019 ജൂൺ കാറ്റഗറി 1-ൽ ചോദിച്ചിട്ട് സൈക്കോളജി ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന ഒരു വീട് പോലെ തോന്നുന്നു. താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ കുറച്ച് മുറിഞ്ഞ വരകൾ തന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊരു വീടാണ് എന്നുള്ള ഇത് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം അത് ഏത് തത്വപ്രകാരമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ പൂർണ്ണതാ നിയമം, സാമീപ്യ നിയമം, അതുപോലെ തന്നെ സാമ്യതാ നിയമം, തുടർച്ചാ നിയമം. സാമീപ്യം, സാമ്യത, തുടർച്ച, പൂർണ്ണതാ നിയമം എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ മുറിഞ്ഞ വരകൾ ചേർന്നൊരു വീട് പോലെ തോന്നുന്നതിന് കാരണം ഇത് പൂർണ്ണതാ നിയമമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. പൂർണ്ണതാ നിയമമാണ്. പൂർണ്ണതാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് നമ്മുടെ പരീക്ഷയിൽ ഓപ്ഷൻ വരാം. സമ്പൂർണ്ണ നിയമം, പരിപൂർത്തി നിയമം എന്നിങ്ങനെയുള്ള 2 പേര് കൂടി ഇതിനോടൊപ്പമുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ പൂർണ്ണതാ നിയമമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണതാ നിയമത്തിന് പകരം സമ്പൂർണ്ണ നിയമം എന്നും പരിപൂർത്തി നിയമം എന്നും ഓപ്ഷനിൽ ഉണ്ടാവാം. ഇത് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതായിരിക്കണം ഉത്തരം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ കുറേ വക്രരേഖകൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് തോന്നുന്നത്? ഇതൊരു വൃത്തമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് എന്ത്? സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, കുറേ കുത്തുകളുണ്ട് അല്ലേ? ഈ കുറേ കുത്തുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് കാണുന്ന സമയത്ത് നമുക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? ഒരു ചതുരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൊക്കെയുള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള നമ്മുടെ പ്രവണതയാണ് ഏതെന്ന് പറയുന്നത്? സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വന്നിട്ടുള്ളത് ഈ മുറിഞ്ഞ വരകൾ ചേർത്ത് നമുക്കൊരു വീട് പോലെ ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പൂർണ്ണതാ നിയമം അഥവാ സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമമാണ്. ഇതേപോലെ തന്നെ ഓപ്ഷൻ പ്രകാരമുള്ള അടുത്തത് സാമീപ്യ നിയമമാണ്. അതായത് സാമീപ്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 ചതുരങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് കാണാൻ പറ്റും അല്ലേ? 6 ചതുരങ്ങൾ നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് നന്നായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1 2 ചതുരങ്ങൾ ഒരു സെറ്റായിട്ടും അല്ലേ, ഇത് മറ്റൊരു സെറ്റായിട്ട് 6 ചതുരങ്ങളുണ്ട്. പക്ഷെ 2 ചതുരങ്ങളുള്ള 3 കൂട്ടങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക? തോന്നുക. അതാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, 6 ചതുരങ്ങളാണ്. പക്ഷെ അത് അല്ലേ അടുത്തടുത്ത് നിൽക്കുന്ന 2 ചതുരങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു. അപ്പൊ 2 ചതുരങ്ങളുള്ള 3 കൂട്ടങ്ങളായിട്ടാണ് നമുക്കിതിനെ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമീപ്യ നിയമമാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ചിത്രം തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 8 രേഖകൾ കാണാൻ കഴിയും, 8 വരകൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നോക്കുക, ഈ ഒരു വലിയ വരയും ചെറിയ വരയും അല്ലേ, അതേപോലെ തന്നെ 4 ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇവിടെ മറ്റൊന്നുമല്ല പറയുന്നത്, അടുത്തടുത്തുള്ളവയെ കൂട്ടമായി കാണുന്ന ഇതിനെയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്ന് പറയാം, അതാണ് സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം എന്ന് പറയും. സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം. നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ ഇത് സാമ്യതാ നിയമം എന്നായിരിക്കാം, ചിലപ്പോൾ സാദൃശ്യ നിയമം എന്നായിരിക്കും. ഓക്കെ, ഒരു സിമിലാരിറ്റി ഉള്ളതിനെയാണ് പറയുന്നത്. ഇവിടെ ശരിക്കും നോക്കിക്കേ, ഇവിടെ ശരിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം 1ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വൃത്തങ്ങളെ ത്രികോണങ്ങളായി, നമ്മളിവിടെ കുറേ വൃത്തങ്ങളുണ്ട്, പക്ഷെ നമുക്കത് ത്രികോണമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ചിത്രം 2നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെളുത്ത വൃത്തങ്ങളും കാണാൻ കഴിയും, കറുത്ത വൃത്തങ്ങളും കാണാൻ കഴിയും. അപ്പോൾ വെളുത്ത വൃത്തങ്ങളുടെ ഒരു സെറ്റ്, അതിൻ്റെ താഴെ കറുത്ത വൃത്തങ്ങളുടെ മറ്റൊരു സെറ്റ്, അങ്ങനെ
സെറ്റുകളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. കാഴ്ചയിൽ സാദൃശ്യമുള്ളവയെ ഒരു കൂട്ടമായി കാണാനുള്ള ഒരു പ്രവണതയാണ് സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൃത്തങ്ങൾ കൊണ്ടൊരു ത്രികോണം, ശരിക്കും ഒരെണ്ണമല്ല 2 ത്രികോണം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതൊന്ന് പറയുകയാണെങ്കിൽ തുടർച്ചാ നിയമമാണ്. തുടർച്ചാ നിയമം ഇവിടെ നോക്കുക, ഇവിടെ വൃത്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചാക്രിക രേഖയിൽ ഒരു സ്പൈറൽ ലൈനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വൃത്തങ്ങളാണ്, 1, 2 ഇങ്ങനെ വൃത്തങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എന്താണ് ഒരു സ്പൈറൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത് തുടർച്ചാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുടർച്ചാ നിയമം. അപ്പോൾ 4 ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കിയത്. അടുത്തത് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. സെയിം ചോദ്യ പേപ്പറിലുള്ളതാണ്. 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. കാറ്റഗറി 1 സൈക്കോളജി ചോദിച്ച ചോദ്യമാണ്. ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തതാ ചോദിച്ചത്. പൊതുവായ ബുദ്ധി എന്നുള്ളതാണ് ശരി ഉത്തരം. കാരണം സംഗീതപര ബുദ്ധിയും പ്രകൃതിപര ബുദ്ധിയും ശാരീരികപരമായ ബുദ്ധിയും ഒക്കെ ഏതിൽ വരും? നമ്മുടെ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാത്തത് പൊതുവായ ബുദ്ധിയാണ് എന്നുള്ളതാണ്. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ 9 എണ്ണമാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ 9 ബുദ്ധികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഭാഷാപരമായ ബുദ്ധി, ഒന്നേതാണ് ഭാഷാപരമായ ബുദ്ധി. 2 യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. 1 ഭാഷാപരമായ ബുദ്ധി, 2 യുക്തിചിന്താപരവും അതുപോലെ തന്നെ ഗണിതപരവുമായ ബുദ്ധി, 3 ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയും. 3 എന്താണ്? ദൃശ്യസ്ഥലപര ബുദ്ധി എന്നുള്ളതാണ്. 4 ശാരീരിക ചലനപര ബുദ്ധി. ഓക്കെ, ശാരീരിക ചലനപര ബുദ്ധി. 5 സംഗീതപര ബുദ്ധി. ഓക്കെ, സംഗീതപരമായ ബുദ്ധി. 6 വ്യക്താന്തര ബുദ്ധി എന്നുള്ളതാണ്. 7 ആന്തരിക വൈയക്തിക ബുദ്ധി എന്നുള്ളതാണ്. 8 പ്രകൃതിപരമായ ബുദ്ധി. 9 അസ്തിത്വപരമായ ബുദ്ധി. ഇവിടെ ഓപ്ഷനിൽ പ്രകൃതിപരമായ ബുദ്ധി ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സംഗീതപരമായ ബുദ്ധി ഉണ്ടായിരുന്നു. അടുത്ത അതുപോലെ തന്നെ പ്രകൃതിപരം, സംഗീതപരം, ശാരീരികപരമായ അല്ലേ, ശാരീരിക ചലനപരമായ ബുദ്ധി. ഈ 3 ബുദ്ധി ഏതിൽ വരും? ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ വരും എന്നുള്ളതാണ്. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ വരും. അപ്പോൾ ഈ 3 എണ്ണം ഇതാണ്. അപ്പോൾ അതിൽ വരാത്തത് ഏതേ ഉള്ളൂ? ഒന്ന് നോക്കിയേ. വരാത്തത് എന്ന് പറയുന്നത് പൊതുവായ ബുദ്ധിയാണ്. അപ്പോൾ അതിൽ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. പൊതുവായ ബുദ്ധിയാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ ഈ 9 ബുദ്ധി തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനിയും ചോദിക്കും. 3ാമത്തെ ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏത്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏത്? ഇത് തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2019 ജൂൺ കാറ്റഗറി 1 സൈക്കോളജി ചോദിച്ച ചോദ്യം. കോഗ്നിറ്റീവ് ശരീരശാസ്ത്രപരമായത്, ബഹുമാനം, സുരക്ഷ എന്നിങ്ങനെയാണ്. എന്താണ്? ആവശ്യങ്ങളുടെ ശ്രേണിയിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഹയറാർക്കി ഓഫ് നീഡ്സിൽ എബ്രഹാം മാസ്ലോയുടെ അതിൽ ഏറ്റവും താഴെയുള്ളതാണ് ചോദിച്ചത്. താഴ്ന്ന് മുകളിലോട്ടാണ് ഓരോ ആവശ്യങ്ങൾ കഴിയുമ്പോഴും അടുത്തതിലേക്ക് എന്ന രീതിയിൽ പോകുന്ന ആവശ്യങ്ങളുടെ ശ്രേണി. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് നോക്കാം. ആവശ്യങ്ങളുടെ ശ്രേണി ഒരു പിരമിഡ് ആയിട്ട് നമുക്ക് നോക്കണം. ഇതാണ് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും താഴത്തേത് എന്ന് പറയുന്നത് ജൈവിക ആവശ്യങ്ങളാണ് കേട്ടോ. ജൈവികാവശ്യങ്ങൾ. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ജൈവികാവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ജൈവികാവശ്യങ്ങൾ തന്നെയാണ് ശരീരശാസ്ത്രപരമായത് എന്നത് ഓർത്തു വയ്ക്കുക, അഥവാ ശാരീരിക ആവശ്യങ്ങൾ. തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഓപ്ഷൻ, ഇതാണ് നമ്മുടെ ചോദ്യം. ജൈവികാവശ്യങ്ങൾ അഥവാ ശാരീരികാവശ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശാരീരിക ശാസ്ത്രപരമായത് എന്നുള്ളതാണ്, അഥവാ ജൈവികാവശ്യങ്ങൾ അഥവാ ശാരീരിക ആവശ്യങ്ങളാണ് എബ്രഹാം മാസ്ലോവിൻ്റെ ഏറ്റവും താഴത്തേത്. ഇനി ഈ ഒരു ശാരീരിക ആവശ്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആവശ്യങ്ങളിലേക്ക് പോകും. അതാണ് സുരക്ഷിതത്വം.
അതാണ് അടുത്ത. അതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നൊരു ആവശ്യത്തിലേക്ക് പോകും. അതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആദരിക്കപ്പെടുക എന്നതാണ്. ഏറ്റവും ഉയർന്ന തലം ചോദിച്ചാൽ അത് ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ ഏറ്റവും താഴത്തെ തലം, ഏറ്റവും ഉയർന്ന തലം ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരം. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളുക, ഇത് തന്നെ ഓർഡറിൽ പഠിച്ചോളുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇവിടെ നിന്നൊരു ചോദ്യം വരാം. ചിലപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങളെ ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഓപ്ഷനിൽ ഉണ്ടാവും, അത് എടുത്തെഴുതണം. ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് തൊട്ട് മുൻപായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിക്കാം, ആദരിക്കപ്പെടുക അല്ലേ. ശാരീരിക ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ അഥവാ ജൈവിക ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതത്വമാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്നേഹിക്കപ്പെടുക എന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആദരിക്കപ്പെടുക. അവസാനം ഏറ്റവും ഉന്നതിയിലുള്ളതാണ് എന്ത്? ആത്മസാക്ഷാത്കാരം എന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പിരമിഡ് നിങ്ങൾ തീർച്ചയായിട്ടും മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി ഒന്ന് പഠിച്ചു വയ്ക്കുക, ആവശ്യം വരും. അടുത്തത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്, ശ്രദ്ധിക്കണം, ഇത് എന്ന് പറയുന്നത് സുഖതത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്. ഇത് സുഖതത്വം. ഓക്കെ, ഇനി ഈഗോ അഥവാ ഇവിടെ ഇത് സുഖതത്വമാണെങ്കിൽ ഈഗോ യാഥാർത്ഥ്യ ബോധ തത്വമാണ്. സൂപ്പർ ഈഗോ സന്മാർഗിക തത്വമാണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചുകൊള്ളുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് സുഖതത്വമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നെയാണ്. 2019 അതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ, ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാറ്റഗറി 1 ചോദിച്ച ചോദ്യം ഇത് സുഖതത്വമാണ്. എന്താണ് ഇത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നമുക്ക് മെയിനായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഓക്കെ ആണോ? ഇതാണ്. ഇവിടെ ഒന്ന് നോക്കണം. ഇവിടെ ഒരു കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് യെസ്, സന്മാർഗിക ബോധമോ ധാർമ്മിക ബോധമോ ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് ഇത് വരുന്നത്. അതായത് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തി ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരവും എന്തുതന്നെയാണ്? ഇതാണ് കേട്ടോ. ചിലപ്പോൾ ചോദ്യം വരാം, മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തി ഏത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം ഇതാണ്. ജന്മവാസനകൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനെ ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാം. അതുപോലെ തന്നെ സന്മാർഗിക ബോധം അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണെന്ന് പറയാം. ഒരു ജീവി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ആനന്ദം നൽകുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നന്മ തിന്മകളോ ശരി തെറ്റുകളോ അയാഥാർത്ഥ്യങ്ങളെയോ ഇതെന്ത് ചെയ്യാറില്ല? പരിഗണിക്കാറില്ല. ഇത് സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് വ്യക്തിയുടെ പിരിമുറുക്കത്തിന് അയവ് വരുത്താനും അയാൾക്ക് സുഖദായകമായ മാർഗം സ്വീകരിക്കാനും ഇത് എന്ത് ചെയ്യുന്നു? പ്രോത്സാഹനം നൽകുന്നു. അപ്പോൾ ഇത് സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്, ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ഇത് സുഖതത്വമാണ് എന്നുണ്ടെങ്കിൽ ഈഗോ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഹം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് എന്തെന്ന് പറയുന്നത്? അഹം. ചിലപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തി ഏതാണെന്ന് ചോദിക്കാം. അത് ഈഗോ ആണ്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ സ്വീകാര്യമായ രീതിയിലൂടെ വ്യക്തിക്ക് അപകടം സംഭവിക്കാത്ത വിധം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? ഈഗോ നടക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഊർജം ഉപയോഗിച്ച് തന്നെ ഇതിൽ തന്നെയാണ് എന്തും ഡെവലപ്പ് ചെയ്യുന്നത്? അഹവും അഥവാ ഈഗോയും ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കണം യാഥാർത്ഥ്യ ബോധ തത്വം. അതായത് ഇത് സുഖതത്വമാണ്, പക്ഷേ ആ ഇതിൽ നിന്ന് തന്നെയാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ആരുണ്ടാകും? ഈഗോ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതായത് ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നത് ആരാണ് ചോദിച്ചാൽ അഹം അഥവാ ഈഗോ ആണ്. യാഥാർത്ഥ്യബോധ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, അതേതാണ്?
അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഈഗോ ആണ് എന്ന കാര്യം ഓർത്തു വെക്കണം. അതായത് ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതും ഈഗോയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിരയും കുതിരക്കാരനും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. കുതിരയും കുതിരക്കാരനും തമ്മിലുള്ള ബന്ധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കുതിരയുടെ വഴി നിർണ്ണയിക്കുന്നത് ആരാണ്? കുതിരക്കാരനാണ്. ഓക്കെ, എങ്കിലും കുതിരക്കാരനെ നയിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള ഇതും ഈഗോയും തമ്മിലുള്ള ബന്ധത്തെ ഉപമിച്ചിട്ടുള്ളത് കുതിരയും കുതിരക്കാരനുമായിട്ടുള്ളതാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദ്യം വരാം. ഓക്കെ, അത് ഈഗോ ആണ് കേട്ടോ. ഈഗോ ആണ് ഇത് പരീക്ഷയ്ക്ക് മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഈഗോ ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. വ്യക്തിത്വത്തിന്റെ പാലകൻ എന്നറിയപ്പെടുന്നത്, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഈഗോ ആണ്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി സൂപ്പർ ഈഗോ അഥവാ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദർശത്തെയും സന്മാർഗിക തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് അത്യഹം എന്നൊരു ചോദ്യം വരും. അതേപോലെ തന്നെ ഇവിടെ നോക്കണം, സന്മാർഗിക തത്വം അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? അത്യഹം പ്രവർത്തിക്കുന്നത് അഥവാ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യത്തിൽ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം അല്ലേ, ഈഗോ യാഥാർത്ഥ്യബോധം, സന്മാർഗികം തത്വം വരുന്നത് ഏതാണ്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ അത്യഹമാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദ്യം വരാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതേ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അഥവാ PWD ആക്ട് പ്രാബല്യത്തിൽ വന്നത്. ഇവിടെ കൃത്യമായിട്ട് ഒരു ഓപ്ഷനിൽ ഉത്തരമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ആക്റ്റുകളുടെ വർഷം നമ്മളൊന്ന് പഠിച്ചു വെക്കണം. PWD ആക്ട് 95 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995. ഇനി മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, അത് ഇമ്പോർട്ടൻ്റ് ആണ്. RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, RPWD ആക്ട് അത് 2016, അതായത് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ആ ചോദ്യത്തിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കുക, PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995, RPWD അതായത് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ RTE അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, നാഷണൽ ട്രസ്റ്റ് ആക്ട് 99, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. ഒന്ന് നോക്കി വെക്കുക. അടുത്ത പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ചോദ്യം വരാം. ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. കേട്ടിട്ട് പരീക്ഷയാണ്. ഓക്കെ, താങ്ക് യു.